Good afternoon to all. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്ററിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹൂപ്സുകളായിരുന്നു പഠിച്ചിരുന്നത്. അതിൽ ആദ്യം നമ്മൾ പാരാഡിംസ് എന്താണെന്ന് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരാഡിംസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു. ദെൻ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹൂപ്സുകളെ പറ്റി പഠിച്ചു. 7 കൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒബ്ജക്റ്റ്, ക്ലാസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി, പോളിമോർഫിസം ആൻഡ് ഇൻഹെറിറ്റൻസ്. അതിൽ നമ്മൾ 5 കൺസെപ്റ്റുകൾ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ 2 കൺസെപ്റ്റും കൂടെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അതിൽ ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു, ക്ലാസ് എന്താണെന്ന് പഠിച്ചു, അബ്സ്ട്രാക്ഷൻ എന്താണ്, എൻക്യാപ്സുലേഷൻ എന്താണ്, മോഡുലാരിറ്റി എന്താണ്. അവിടം വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഹെറിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ inheritance is the process by objects of one class acquires the properties of object of another class. അതായത് ഒരു ക്ലാസ്സിലുള്ള ഒബ്ജക്റ്റ് വേറൊരു ക്ലാസ്സിലുള്ള ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസിനെ ഇൻഹെറിറ്റ് ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അക്വയർ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അതായിരിക്കും ബി എന്ന് പറയുന്ന ക്ലാസ്. അപ്പോൾ ബിക്ക് എന്തിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും? എ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും ബിഹേവിയറും ഷെയർ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് ഒരു മെയിൻ ക്ലാസ്സിൽ നിന്ന് പുതുതായിട്ട് വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിന് മെയിൻ ക്ലാസ്സിൻ്റെ കുറച്ച് ഫീച്ചേഴ്സുകൾ ഷെയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് നമ്മുടെ ഇപ്പോൾ ക്ലാസ്സിൽ തന്നെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒറ്റ ക്ലാസ് +2 സയൻസ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സിനകത്ത് ഇരിക്കുന്നത് അല്ലേ? അതിനകത്ത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പീരീഡ് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യണത്? ആ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇതിലേക്ക് മാറുന്നത്. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് എന്തിൻ്റെ ഫീച്ചേഴ്സ് മെയിനായിട്ട് ഉണ്ടായിരിക്കും? ബാക്കി ഫിസിക്സും കെമിസ്ട്രിയൊക്കെ സയൻസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ മെയിൻ ക്ലാസ് സയൻസ് ആണ്. അതിനകത്ത് നിങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് സയൻസിൻ്റെ ബാക്കി സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. സോ ഇൻഹെറിറ്റൻസ് ഈസ് ദ പ്രോസസ് ബൈ ഒബ്ജക്ട്സ് ഓഫ് വൺ ക്ലാസ് അക്വയേഴ്സ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്റ്റ് ഓഫ് അനദർ ക്ലാസ്. അതായത് വേറൊരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസുകൾ അതിൻ്റെ ഒബ്ജക്റ്റുകൾ മറ്റ് മെയിൻ ബേസ് ക്ലാസ്സിൽ നിന്ന് അക്വയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ക്ലാസ്സിനെ നമ്മൾ എന്തെന്നൊക്കെ പറയാം? ഒന്നില്ലെങ്കിൽ ബേസ് ക്ലാസ് എന്ന് പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ ക്ലാസ് എന്ന് പറയാം. ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്ലാസ്, ഇല്ലെങ്കിൽ സബ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മാത്സിൽ സബ്സെറ്റും സൂപ്പർ സെറ്റും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? സൂപ്പർ സെറ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നത് സബ്സെറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നതാണ് മെയിൻ ക്ലാസ്. അതിനകത്ത് നിന്ന് പുതുതായിട്ട് ഡിറൈവ് ചെയ്യണതാണ് എന്തെന്ന് പറയുന്നത്? സബ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? Inheritance is the process by objects of one class acquires the properties of object of another class. The existing class, അതായത് മെയിൻ ആയിട്ടുള്ള ക്ലാസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെയിൻ ക്ലാസ് ഓർ സൂപ്പർ ക്ലാസ് എന്ന് പറയും. ആൻഡ് ദ ന്യൂ ക്ലാസ് ഈസ് കോൾഡ് ഡിറൈവ് ക്ലാസ് ഓർ സബ് ക്ലാസ് എന്ന് പറയും. അതാണ് ഇവിടെ ഒരു പിക്ചർ കാണിച്ചത്. ഫ്രൂട്ട് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതിനകത്ത് നിന്ന് ആപ്പിൾ എന്ന് പറഞ്ഞ വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, ഓറഞ്ച് എന്ന് പറഞ്ഞ വേറൊരു ക്ലാസ്. അപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞ വേറൊരു ഒബ്ജക്റ്റ് ആണ്, ഓറഞ്ച് എന്ന് പറഞ്ഞ വേറെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ആപ്പിളിന് എന്തിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും? ഫ്രൂട്ടിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അതുപോലെ ഓറഞ്ചിനും ഓറഞ്ചിൻ്റെതായ ഇതും ഉണ്ടാവും. പിന്നെ അത് എന്ത് ചെയ്യും? ഫ്രൂട്ടിൽ നിന്നും കുറച്ച് പ്രോപ്പർട്ടീസുകൾ ഷെയർ ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇൻഹെറിറ്റൻസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് അടുത്തതിൽ പറയുന്നത്. മെയിനായിട്ട് 3 അഡ്വാൻറ്റേജസ് ആണ് ഇൻഹെറിറ്റൻസിനുള്ളത്. എന്തൊക്കെയാണ്? അത് നമുക്ക് ഏതെങ്കിലും ഈ വേൾഡിലുള്ള ഏതെങ്കിലും എക്സാമ്പിൾസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇൻഹെറിറ്റൻസിൻ്റെ കൺസെപ്റ്റ് വേൾഡിലുള്ള ഏതൊരു എക്സാമ്പിൾസ് വെച്ചും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവിടെ പറയുന്നത്, എക്സ്പ്രസ് ദ റിയൽ വേൾഡ് മോഡൽസ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് കോഡ് റീയൂസബിലിറ്റി. നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്താണ് ഈ ഇൻഹെറിറ്റൻസിൻ്റെ കൺസെപ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് C++ൽ. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? പ്രോപ്പർട്ടീസുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നു പറഞ്ഞു തരാം. അപ്പോൾ അതായത് നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു കോഡ് തന്നെ ആയിരിക്കും ബാക്കി വന്ന വേറെ പ്രോഗ്രാമിന് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം എന്ത് ചെയ്യേണ്ടി വരില്ല? കോഡ് വീണ്ടും വീണ്ടും എഴുതി കൊടുക്കേണ്ട ആവശ്യം വരില്ല. ആ കോഡ് നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം എഴുതിയ കോഡ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് കോഡ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ട്രാൻസിറ്റീവ് നേച്ചർ. ട്രാൻസിറ്റിവിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാത്സിൽ. ട്രാൻസിറ്റിവിറ്റി, സിമെട്രിക്, റിഫ്ലെക്സീവ് എന്നും പറഞ്ഞ് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ നിന്ന് ബി ഡിറൈവ് ചെയ്തു, ബി എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് നമ്മൾ സീനെ ഡിറൈവ് ചെയ്തു.
അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് മനസ്സിലാക്കാം, എ എന്ന് പറയുന്ന ക്ലാസ്സിന് എന്തിന് ഡിറൈവ് ചെയ്യാൻ പറ്റും, സിക്ക് എ എന്ന് പറഞ്ഞ ക്ലാസ്സിന് സിയുടെ ഫീച്ചേഴ്സുകൾ ഉണ്ടായിരിക്കും. അതായത് എയിൽ നിന്നും ബി ഡിറൈവ് ചെയ്തു, ബിയിൽ നിന്ന് സി ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ എക്ക് ഓട്ടോമാറ്റിക്കലി എന്തിന്റെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, സിയുടെ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസിറ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി 3 അഡ്വാൻറ്റേജസ് ആണ് ഇൻഹെറിറ്റൻസിനുള്ളത്. വാട്ട് ആർ ദേ? കോഡ് റീയൂസബിലിറ്റി, ട്രാൻസിറ്റീവ് നേച്ചർ ആൻഡ് എക്സ്പ്രസ് വിത്ത് ദ റിയൽ വേൾഡ് മോഡൽസ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസിനെ പറ്റിയാണ്. ഇൻഹെറിറ്റൻസിന് മെയിൻ ആയിട്ട് 5 ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ഉള്ളത്. സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, hierarchical inheritance and hybrid inheritance. So there are 5 types of inheritance. First we discuss about single inheritance. Single inheritance എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സിംഗിൾ ബേസ് ക്ലാസ്സും സിംഗിൾ ഡിറൈവ് ക്ലാസ്സും ആയിരിക്കും. അതായത് ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ് മാത്രമേ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ക്ലാസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. When a derived class inherit the properties and behavior of only one base class. അതായത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ബേസ് ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചേക്കാണ്. പ്ലെയർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, ക്രിക്കറ്റർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അപ്പം പ്ലെയറിൽ നിന്ന് ഞാൻ ഡിറൈവ് ചെയ്തതാണ് ക്രിക്കറ്റർ എന്ന്. ക്രിക്കറ്റർ ഉണ്ടാവും, ഫുട്ബോൾ, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം മാത്രമേ ഡിറൈവ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ക്രിക്കറ്ററിന് എന്തിൻ്റെ പ്രോപ്പർട്ടീസ് കിട്ടിയിരിക്കും, പ്ലെയറിൻ്റെ പ്രോപ്പർട്ടീസ് കിട്ടിയിരിക്കും. അപ്പോൾ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ് മാത്രമാണ് നമ്മൾ ഡിറൈവ് ചെയ്യണമെങ്കിൽ അതിനെ പറയുന്നതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. എ ഡിറൈവ് ക്ലാസ് ഇൻഹെറിറ്റ്സ്, അതായത് ഈ ക്രിക്കറ്റർ എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രോപ്പർട്ടീസ്, ഓൺലി വൺ ബേസ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് മാത്രമേ അത് ഇൻഹെറിറ്റ് ചെയ്യുകയുള്ളൂ. So when a derived class inherit the properties and behavior of only one base class, it is called a single inheritance. Okay. Then next നമ്മൾ പറയുന്നത് multiple inheritance. Multiple inheritance എന്ന് പറയുമ്പോഴത്തേക്കും ഡിറൈവ് ചെയ്ത ക്ലാസ്സിന് മൾട്ടിപ്പിൾ ബേസ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റും. When a derived class inherit the properties and behavior of more than one base class. അതായത് ഒരു ഡിറൈവ് ക്ലാസ്സിന് മോർ ദാൻ വൺ ബേസ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസിൽ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുക, അതിനെ പറയുന്നതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എയും ബിയും സിയും 3 ക്ലാസ്സുകളാണ്. ഞാൻ സി എന്ന് പറഞ്ഞാൽ പുതിയൊരു ക്ലാസ് ഡിറൈവ് ചെയ്തു. അപ്പോൾ സിക്ക് എന്തിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, എയുടെയും ബിയുടെയും. എയും ബിയും ആണ് ഇതിനകത്ത് ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. സി ഡിറൈവ് ക്ലാസ് ആണ്. അപ്പോൾ ഡിറൈവ് ചെയ്ത ക്ലാസ്സിന് മോർ ദാൻ വൺ ബേസ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ഷെയർ ചെയ്യാൻ പറ്റിയാൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹെറാറിക്കൽ ഇൻഹെറിറ്റൻസ് ആണ്. ഈ പിക്ചർ എല്ലാവരും പഠിക്കണം. ഈ ഡിഫറെൻറ്റ് ലെവൽസും ഒക്കെ പഠിക്കുന്നത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഹെറാറിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ എന്താ, അതിനകത്ത് പിക്ചറിൽ തന്നെ ഉണ്ടല്ലോ. എന്താ ഹെറാറിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ, കുറേ ഡിറൈവ് ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എവിടെ നിന്ന്, ബേസ് ക്ലാസ്സിൽ നിന്ന് മോർ ദാൻ വൺ ഡിറൈവ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, hierarchical inheritance എന്ന് പറയുന്നത്. When properties and behavior of one base class are inherited by more than one derived class. അതായത് ഒരു ബേസ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് കുറേ ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റിയാൽ അതിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഹെറാറിക്കൽ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഓൺലി വൺ ബേസ് ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബട്ട് ഡിഫറെൻറ്റ് ഡിറൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എന്തിൽ, ഹെറാറിക്കൽ ഇൻഹെറിറ്റൻസിൽ. Then next പറയുന്നതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് രണ്ടാമത്തെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യും, ആ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് അടുത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ എ ബി സി എന്ന് പറഞ്ഞാൽ 3 ബേസ് ക്ലാസ്സുകളുണ്ട്. സോ ആദ്യം എയിൽ നിന്ന് ബി ക്രിയേറ്റ് ചെയ്തു. സോ ബിക്ക് എയുടെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റി. ബി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് എഗെയിൻ സി ഡിറൈവ് ചെയ്തു. സോ സിക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ഡിറൈവ് ചെയ്യാൻ പറ്റി, ബിയുടെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, സിക്ക് ഓട്ടോമാറ്റിക്കലി എന്തിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും, എയുടെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഇതാണ് എന്താ പറയുക, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. When the properties and methods of a derived class are inherited by another class, it is called a multi-level inheritance എന്ന് പറയും. Okay. The next one ആണ് hybrid inheritance എന്ന് പറയുന്നത്. Hybrid inheritance എന്ന് വെച്ച് കഴിഞ്ഞാൽ it is a combination of multiple and hierarchical inheritance. Multiple inheritance എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഒരു ബേസ് ക്ലാസ്, ഡിഫറെൻറ്റ് ഡിറൈവ് ക്ലാസ്സുകൾ, ദെൻ ഡിഫറെൻറ്റ് ഡിറൈവ് ക്ലാസ്സിൽ നിന്ന്
വേറൊരു പുതിയൊരു ക്ലാസ്. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും ഹെറാറിക്കൽ ഇൻഹെറിറ്റൻസും കൂടെ കമ്പൈൻ ചെയ്യണതിനാണ് എന്തെന്ന് പറയുന്നത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എ ബി സി ഡി 4 ക്ലാസ്സുകൾ, ബിയും സിയും എന്തിൽ നിന്ന് ഡിറൈവ് ചെയ്ത എ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത, ഇനി ബിന്നും സിന്നും പുതിയൊരു ക്ലാസ് ഡിറൈവ് ചെയ്തേക്കുന്നതാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ അപ്പം ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ആൻഡ് ഹെറാറിക്കൽ ഇൻഹെറിറ്റൻസ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. സോ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഡിറൈവിങ് ന്യൂ ക്ലാസ്സസ് ഫ്രം ദ എക്സിസ്റ്റിംഗ് ക്ലാസ് ഇസ് നോൺ ആസ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസിൽ ബേസ് ക്ലാസ്സിനെ പറയുന്നത് മെയിൻ എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെ പറയുന്നതാണ് ബേസ് ക്ലാസ്, ഡിറൈവ് ചെയ്ത ന്യൂ ക്ലാസ്സിനെ പറയുന്നതാണ് ഡിറൈവ് ക്ലാസ് ഓർ സബ് ക്ലാസ് എന്ന് പറയാം. ദെൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത്. What are the different levels of inheritance? Mainly 5 types of inheritance. What are they? Single inheritance, multiple inheritance, hierarchical inheritance, multi-level inheritance and hybrid inheritance. ഇതിൻ്റെ 5 പിക്ചേഴ്സ് നോട്ട് ചെയ്യണം, അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ദെൻ പിന്നെയും ചോദിക്കും what are the advantages of inheritance എന്ന് ചോദിക്കും. എന്തൊക്കെയായിരുന്നു? മെയിൻലി 3 advantages ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു? കോഡ് റീയൂസബിലിറ്റി, ട്രാൻസിറ്റീവ് നേച്ചർ ആൻഡ് വി ക്യാൻ എക്സ്പ്രസ് വിത്ത് ദ റിയൽ വേൾഡ് മോഡൽസ്. ഓക്കെ, ഇതാണ് ഇൻഹെറിറ്റൻസിൻ്റെ സെക്ഷനിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിമോർഫിസം എന്ന് വെച്ചാണ്. പോളി എന്ന് വെച്ചാൽ എന്താ മീനിങ്? കുറേ, മോർ ദാൻ എന്നുള്ള മീനിങ് ആണ് പോളി. മോർഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഷേപ്പ്. പോളി മീൻസ് മോർ ദാൻ ആൻഡ് പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി എന്നുള്ളതാണ്. മോർഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ്. അപ്പോൾ പോളിമോർഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡാറ്റേനെ ഇല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ ഇല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അതിനെ മോർ ദാൻ വൺ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ അതിനെ പറയുന്ന കൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത് പോളിമോർഫിസം. അതായത് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം ഞാൻ പ്ലസ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ എടുത്തു. ശരിക്കും പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? അഡീഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളാണ് പ്ലസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ പ്ലസ് തന്നെ നമ്മൾ നമ്പേഴ്സിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്തു പോകും. അതേസമയം നമ്മൾ പഠിച്ച സ്ട്രിങ്സിൻ്റെ ഒപ്പമാണ് ഈ പ്ലസ് എങ്കിൽ സ്ട്രിങ്ങുകൾ തമ്മിൽ പ്ലസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്താ ചെയ്യണത്? സ്ട്രിങ്ങിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്ററിന് ഡിഫറെൻറ്റ് മീനിങ് ആയി. അതായത് ഒരു ഡാറ്റയെ നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പോളിമോർഫിസം എന്ന് പറയുന്നത്. പോളിമോർഫിസം ഇസ് ദ എബിലിറ്റി ടു എക്സ്പ്രസ് മൾട്ടിപ്പിൾ ഫോംസ്. ഓക്കെ, ഇനി പോളിമോർഫിസത്തിന് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് പോളിമോർഫിസം ഉണ്ട്. എന്തൊക്കെയാണ്? കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം. കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് തന്നെ പറയുന്ന വേറൊരു പേരാണ് ഏർലി ബൈൻഡിങ് ഓർ സ്റ്റാറ്റിക് ബൈൻഡിങ് എന്ന് പറയും. ആൻഡ് റൺ ടൈം പോളിമോർഫിസത്തിന് നമ്മൾ പറയുന്നതാണ് ലേറ്റ് ബൈൻഡിങ് ഓർ ഡൈനാമിക് പോളിമോർഫിസം എന്ന് പറയും. അപ്പോൾ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുമ്പോൾ ഏത് സമയത്തായിരിക്കും നടക്കുന്ന? പേരിൽ തന്നെയുണ്ട്, കമ്പൈലേഷൻ ടൈമിൽ നടക്കുന്ന പോളിമോർഫിസമാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം. ഇനി റൺ ടൈം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സിക്യൂഷൻ ടൈം ഇല്ലെങ്കിൽ റൺ ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്താണെന്നും റൺ ടൈം പോളിമോർഫിസം എന്താണെന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പോളിമോർഫിസം ഡ്യൂറിങ് കമ്പൈലേഷനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത് കമ്പൈൽ ടൈം പോളിമോർഫിസം. And it refers to the ability of the compiler to relate or bind function call with function definition during compilation. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിരുന്നു. അതിൽ ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ്റെ 3 പാർട്സുകൾ ഏതൊക്കെയാണ്? ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോളിംഗ് എന്നൊക്കെ പഠിച്ചിരുന്നു. അതിൽ ഫംഗ്ഷൻ കോളിംഗ് ഉണ്ട്, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ കോളിങ്ങും ഫംഗ്ഷൻ ഡെഫിനിഷനും എപ്പോഴായിരിക്കും നടക്കുന്നത്? കമ്പൈലേഷൻ സമയത്താണ് നടക്കണമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. അതായത് കമ്പൈലേഷൻ ടൈമിൽ ഫംഗ്ഷൻ കോളിങ്ങും ഫംഗ്ഷൻ ഡെഫിനിഷനും ബൈൻഡ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഫംഗ്ഷൻ ഓവർലോഡിങ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയും. ഇനി റൺ ടൈം പോളിമോർഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ബൈൻഡിങ് നടക്കുന്നത്. ഫംഗ്ഷൻ കോളിങ്ങും ഫംഗ്ഷൻ ഡെഫിനിഷനും ബൈൻഡ് ചെയ്യണത് ഏത് സമയത്തായിരിക്കും? എക്സിക്യൂഷൻ ടൈമിലായിരിക്കും. ബൈൻഡിങ് ഓർ ലിങ്കിങ് ഓഫ് എ ഫംഗ്ഷൻ കോൾ വിത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇസ് ഡൺ ഡ്യൂറിങ് എക്സിക്യൂഷൻ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ ഈ റൺ ടൈം പോളിമോർഫിസത്തിന് എക്സാമ്പിൾ ഇല്ലെങ്കിൽ ആ കൺസെപ്റ്റിൽ വന്നതാണ് നമ്മൾ പഠിച്ച പോയിന്റേഴ്സും ഇൻഹെറിറ്റൻസും. കമ്പൈലേഷൻ ടൈമിൽ വന്നതാണ് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും.
അപ്പോൾ പോളിമോർഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ടു എക്സ്പ്രസ് മോർ ദാൻ വൺ ഫോമിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. പോളിമോർഫിസം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. ഏതൊക്കെയാ? കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം. ആൻഡ് പോളിമോർഫിസം during in compilation is known as compile time polymorphism, and during in runtime is known as runtime polymorphism. That means the binding or linking of a function call with function definition during compilation is called a compile time polymorphism, and during execution time is known as runtime polymorphism. Compile time polymorphism examples are function overloading and operator overloading, and examples of runtime polymorphism are pointers and inheritance. Then ഇനി നമ്മൾ രണ്ട് ഇതും കൂടെ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്താണെന്നും ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്താണെന്നാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. ഓവർലോഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വരിക എന്നുള്ള മീനിങ്. അപ്പോൾ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഫംഗ്ഷൻ നെയിം ബട്ട് ഡിഫറെൻറ്റ് ആർഗ്യുമെന്റ്സ്. ഫംഗ്ഷൻ നെയിമിൻ്റെ എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കും, പക്ഷേ അതിലുള്ളിലുള്ള പർപ്പസുകൾ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഫംഗ്ഷൻ വിത്ത് സെയിം നെയിം ബട്ട് ഡിഫറെൻറ്റ് സിഗ്നേച്ചർ. സിഗ്നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് പാരാമീറ്റേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സിഗ്നേച്ചർ. നമ്മൾ പഠിച്ചായിരുന്നു പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെന്റ്സ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സെയിം ഫംഗ്ഷൻ നെയിം ആയിരിക്കും ബട്ട് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ആയിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇൻറ്റ് ഏരിയ ഇൻറ്റ് കോമ ഇൻറ്റ് എന്ന് എഴുതി, ഇൻറ്റ് ഏരിയ ഇൻറ്റ് എന്ന് എഴുതി. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. അതായത് എന്താ? സെയിം ഫംഗ്ഷൻ നെയിം വന്നേക്കണം. എന്താ ഫംഗ്ഷന്റെ പേര്? എന്താ? ഏരിയ എന്ന് പറഞ്ഞാൽ സെയിം ഫംഗ്ഷൻ നെയിം, ബട്ട് ഇതിനകത്തുള്ള ആർഗ്യുമെന്റ്സ് നോക്കി, ആദ്യത്തേനകത്ത് 2 ആർഗ്യുമെന്റ്സ് ഉണ്ട്, രണ്ടാമത്തേൽ 1 ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓവർലോഡ്. സെയിം ഫംഗ്ഷൻ നെയിം ആയിരിക്കും ബട്ട് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും രണ്ടും ഉപയോഗിക്കുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിം നെയിം, അതായത് ഒരു കാര്യം തന്നെ 2 രീതിയിൽ ഉപയോഗിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോളിമോർഫിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഇനി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓപ്പറേറ്റർ സെയിം, ഒരു ഓപ്പറേറ്റർ തന്നെ 2 പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യണതിനാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ പേര് സെയിം ഫംഗ്ഷൻ നെയിം ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. Okay, operator overloading, it is the process of giving new meaning to an existing C++ operator. അതായത് ഇപ്പോൾ ഞാൻ പ്ലസ് എന്നുള്ളൊരു ഓപ്പറേറ്റർ എടുത്തു, അത് നമ്മൾ ഇൻറ്റീജേഴ്സിൻ്റെ കൂടെ എടുക്കണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? 7+3 എന്നാണെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്യും. അതേസമയം അതിൻ്റെ സ്ട്രിങ്സിൻ്റെ കൂടെയാണ് സെയിം ഓപ്പറേറ്റർ യൂസ് ചെയ്യണമെങ്കിൽ അത് തമ്മിൽ എന്താ ചെയ്യണത്? സ്ട്രിങ്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യണത്. അതാണ് പോളിമോർഫിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ പോളിമോർഫിസം എന്ന് വെച്ചാൽ എന്തായിരുന്നു? എബിലിറ്റി ടു എക്സ്പ്രസ് മോർ ദാൻ വൺ ഫോമിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. പോളിമോർഫിസം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി 2 ടൈപ്സ്. ബട്ട് ആർ ദേ? കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം. കമ്പൈൽ ടൈം പോളിമോർഫിസം during compilation time, and run time polymorphism during in execution time. Compile time polymorphism can be again classified into 2 types. What are they? Function overloading and operator overloading. And in the case of runtime polymorphism, that are classified pointers and inheritance. In function overloading, same function name but different parameters and different meaning. And in the case of operator overloading, we using same operator with different operations. Okay. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ ലാസ്റ്റ് സെക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ 2 സെക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹൂപ്സിൽ 5 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ബാക്കി 2 ഇന്ന് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഇൻഹെറിറ്റൻസും പോളിമോർഫിസം. ഇൻഹെറിറ്റൻസ് എന്താണ്? ഇൻഹെറിറ്റൻസിൻ്റെ അഡ്വാൻറ്റേജ്, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഹെറിറ്റൻസ്. പോളിമോർഫിസത്തിൽ പോളിമോർഫിസം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമോർഫിസം ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും പഠിക്കണം. ഒരു എക്സാം ഒക്കെ നടത്തി നോക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു.